പ്രത്യേകിച്ച് ഏകാദശി വ്രതങ്ങളിൽ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, നേരെ വന്നതായിരിക്കുന്ന ആചാരങ്ങളിൽ വന്നതായിരിക്കുന്ന ഒരു വ്യതിയാനം, അതാണ് നേരെ ആചാരങ്ങളിൽ നേരെ ഒരു അനാചാരം എന്ന് പറയാൻ കഴിയും. അപ്പോൾ ചോറ് മാത്രം ഒഴിവാക്കുന്നതാണ് ഏകാദശി എന്നുള്ള സമ്പ്രദായം വന്നു. വാസ്തവത്തിൽ ഓം നമോ നാരായണായ. ഏകാദശി എന്നുള്ളതായിരിക്കുന്ന തിഥിയിൽ നേരെ വിഷ്ണു ഭഗവാൻ പ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യും. അപ്പോൾ ഏകാദശി നോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം 2 സമ്പ്രദായങ്ങളാണ് ഉള്ളത്. ഏകാദശിക്ക് നേരെ ശുദ്ധമായിരിക്കുന്ന ആ ഉപവാസമാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ദശമി ദിവസം രാത്രി അല്പാഹാരം കഴിച്ച് ഏകാദശി തിഥി മുഴുവൻ എത്ര വരെ ഉണ്ടോ അത്രയും പൂർണ്ണമായിട്ട് ഉപവസിക്കണമെന്നാണ് പറയുക. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഒരു നാഴിക നേരം നേരെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ആരംഭിക്കുന്നതിനുള്ള ഇടക്കാലമാണ് ഹരിവാസരം എന്ന് പറയും. ആ സമയത്ത് ശുദ്ധപ്പട്ടിണിയാണ്, ജലം പോലും കഴിക്കരുത്. അല്ലാത്ത സമയത്ത് ശുദ്ധജലം കഴിക്കാമെന്നാണ്. വേവിച്ചതായിരിക്കുന്ന ചായയോ കാപ്പിയോ തുളസി വെള്ളമോ ഒന്നുമല്ല, വെറും ശുദ്ധജലം കഴിക്കാം. അത് പ്രാണനെ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ശരീരത്തിൽ ജലാംശം വറ്റിപ്പോകാതിരിക്കാനോ ശുദ്ധജലം കുടിക്കാം. ആഹാരങ്ങളൊന്നും കഴിക്കരുത് എന്നാണ്. ഹരിവാസരം കഴിഞ്ഞ് പാരണ വീടണം എന്നാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ തീർത്ഥമോ അതല്ലെങ്കിൽ നമ്മൾ തന്നെ തുളസി ജലം ഇട്ടിട്ട്, തുളസി ജലം ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ ഇട്ട് നാരായണനാമം ജപിച്ചാൽ അത് തീർത്ഥജലമായിട്ട് മാറി. അത് സേവിച്ചിട്ടാണ് വ്രതം അവസാനിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഏകാദശി നോൽക്കുന്നത് കൊണ്ട് എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ, ഏകാദശി ദിവസം മഹാവിഷ്ണു ഭഗവാൻ നേരെ ജനങ്ങളെ മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൽ പ്രധാന ഏകാദശികളാണ് ഗുരുവായൂർ ഏകാദശി, പിന്നെ വൈകുണ്ഠ ഏകാദശി, പിന്നീട് നേരെ ഉള്ളതായിരിക്കുന്ന നെല്ലുവായ ഏകാദശി എന്നൊരു ഏകാദശി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നേരെ വെളുത്ത പക്ഷത്തിലാണ്. തൃപ്രയാർ ഏകാദശി മാത്രമാണ് നേരെ കറുത്ത പക്ഷത്തിലുള്ള ഏകാദശി എന്ന് പറയും. എല്ലാ ഏകാദശി തിഥിക്കും വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയാണ് എടുക്കുക. സാധാരണ തൃപ്രയാർ മാത്രം കറുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് എടുക്കുക. ഏകാദശി തിഥിക്കാണ് പ്രധാനം. ആ തിഥിയിൽ വിഷ്ണു ഭഗവാൻ നേരെ സജീവമായിട്ട് നേരെ കണ്ണ് തുറന്ന് നേരെ ഭക്തജനങ്ങളെ കടാക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഏകാദശി ദിവസം വ്രതമെടുത്തിട്ട് നേരെ ആഹാരമൊന്നുമില്ലാതെ നാരായണനാമം ജപിച്ചിരുന്നാൽ വിഷ്ണു പ്രസാദിക്കും, നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. പ്രത്യേകിച്ച് ഏകാദശി വ്രതങ്ങളിൽ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ, നേരെ രാവിലെ എഴുന്നേറ്റ് ഗ്രഹമൊക്കെ അടിച്ച് വൃത്തിയാക്കി നേരെ ഭഗവാനെ ഒരു പീഠത്തിലിരുത്താം. ഇല്ലെങ്കിൽ നേരെ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന രൂപത്തിൽ ഒരു അലങ്കരിച്ച പീഠത്തിൽ ഒരു ഫോട്ടോ ഒക്കെ വയ്ക്കാം. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നേരെ ശുദ്ധമായ സ്ഥലത്തിരുന്ന് നിരന്തരമായിരിക്കുന്ന നാരായണനാമം ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിഷ്ണു സഹസ്രനാമമാകാം, നാരായണനാമങ്ങളാകാം. അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുരാണങ്ങൾ വായിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കണം. നാരായണ സ്മരണ നേരെ തുടർച്ചയായിട്ട് വേണം. നാരായണൻ്റെ സ്മരണ ഒരിക്കലും വിടാൻ പാടില്ല എന്നാണ്. അതാണ് അനുസ്യൂതമായിട്ട് നാരായണനാമം ജപിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയാനുള്ള കാരണം. പകൽ ഉറങ്ങരുത്. അതേപോലെ തന്നെ ഏത് സമയത്തും പിന്നീട് സജീവമായിട്ട് ഇരിക്കണം. അതാണ് ഏകാദശിയുടെ പ്രത്യേകത വരിക. അപ്പോൾ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഹാരം തീരെ കഴിക്കരുത് എന്നാണ്. അപ്പം അത് പറയാൻ കാരണം നമുക്ക് എപ്പോഴും മുഴുവൻ സമയവും നേരെ ഭഗവത് ആരാധനയിൽ മാത്രം മുഴുകണം എന്നാണ്. അപ്പം ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ 11 ഇന്ദ്രിയങ്ങൾ നമുക്ക് പ്രധാനമായിട്ടുണ്ട്. അതാണ് ഏകാദശം എന്ന് പറയും. 11 നേരെ തിഥി എന്നാണ് തിഥി. ആ തിഥി അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകാദശി ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ആ ഏകാദശി ഇന്ദ്രിയങ്ങൾ ഏതാണ്? കർമ്മേന്ദ്രിയങ്ങൾ 5ഉം ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം.
അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, മൂക്ക്, അതേപോലെ തന്നെ ചെവി, കാത്, പിന്നെ തൊലി. അപ്പോൾ അത് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളും 5 ഉണ്ട്. അപ്പോൾ കയ്യ്, കാല്, വാക്ക്, പിന്നീട് നേരെ വിസർജ്യാവയവങ്ങൾ, ഈ 5 ഇന്ദ്രിയങ്ങളും. 5 5 10, പിന്നെ മനസ്സാകുന്ന 11ാമത്തെ ഇന്ദ്രിയം. അപ്പം ഏകാദശ ഇന്ദ്രിയങ്ങളും നേരെ ഭഗവാനിൽ ചേർത്ത് വയ്ക്കുക എന്നാണ് താത്വികമായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ഏകാദശിയുടെ വ്യാഖ്യാനം. അപ്പം അതിന് വിഘാതമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയും. അപ്പം അതാണ് നേരെ ആഹാരം കഴിച്ചാൽ നമുക്ക് വിസർജ്യത്തിനായിട്ട് പോകണം. അപ്പം അതേപോലെ അപ്പോൾ നമ്മുടെ വിസർജനാവയവങ്ങൾ പോലും നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ സകല ഇന്ദ്രിയങ്ങളും 11 ഇന്ദ്രിയങ്ങളും മനസ്സും ഭഗവാനിലേക്ക് വെച്ചിരിക്കണം. അതാണ് ശുദ്ധമായിരിക്കുന്ന ആ ഏകാദശി എന്ന് പറയാം. അതാണ് അംബരീഷൻ്റെ ഏകാദശി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വേറൊന്നുമില്ല, ഭഗവാൻ നാമങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. പിന്നെ ഏകാദശി വേറെ രൂപത്തിലുള്ള ഏകാദശിയാണ് രുക്മാംഗത ഏകാദശി എന്നാണ് പറയാം. അത് നേരെ ദ്വാദശിക്ക് തുടങ്ങിയിട്ട് ത്രയോദശിക്ക് അവസാനിക്കുന്നതാണ് രുക്മാംഗത ഏകാദശി. ഏകാദശിയുടെ അന്ന് ആ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ശുദ്ധമായിരിക്കുന്ന ആ ആഹാരം കഴിക്കാതിരിക്കാം. ദ്വാദശിക്ക് നിരന്തരമായിട്ടിരിക്കുന്ന നാമജപങ്ങൾ കഴിഞ്ഞിട്ട് ത്രയോദശി രാവിലെ നേരെ ദ്വാദശി കഴിഞ്ഞിട്ട് പാരണ വീടുന്നതാണ് രുക്മാംഗത ഏകാദശി. അപ്പോൾ അംബരീഷ ഏകാദശിയാണ് നമ്മുടെ കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത്. ഉത്തരഭാരതത്തിലാണ് രുക്മാംഗത ഏകാദശി എല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏകാദശി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും ഭഗവാന്റെ ശക്തി ഇങ്ങനെ പകർന്നു തരുന്നതാണ്. അപ്പം അതിൽ പിൽക്കാലത്ത് നേരെ വന്നതായിരിക്കുന്ന ആചാരങ്ങളിൽ വന്നതായിരിക്കുന്ന ഒരു വ്യതിയാനം, അതാണ് നേരെ ആചാരങ്ങളിൽ നേരെ ഒരു അനാചാരം എന്ന് പറയാൻ കഴിയും. അപ്പം ചോറ് മാത്രം ഒഴിവാക്കുന്നതാണ് ഏകാദശി എന്നുള്ള സമ്പ്രദായം വന്നു. വാസ്തവത്തിൽ നേരെ ചോറിന് പകരം ഗോതമ്പ് കഴിച്ചാലും അതേപോലെ കപ്പ, പുഴുക്ക കഴിച്ചാലും ഒന്നും ഏകാദശി ആവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അംബരീഷൻ്റെ ഏകാദശി അങ്ങനെ ആയിരുന്നില്ല. ഏകാദശ ഇന്ദ്രിയങ്ങളും ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് ചോറുണ്ട് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ഭഗവാന്റെ ഈ ഇന്ദ്രിയങ്ങൾ ഭഗവാനിൽ നിന്ന് വിട്ടുപോകും. അപ്പം അതുകൊണ്ടാണ് അത് പിന്നീട് വന്നതായിരിക്കുന്ന ആളുകളുടെ അത് അനാചാരങ്ങളിലാണ് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് ഏകാദശിക്ക് അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് വരും. അതൊക്കെ അനാചാര സമ്പ്രദായങ്ങളാണ്. അപ്പോൾ ഏകാദശിക്ക് ശുദ്ധ പട്ടിണിയാണ് ഏകാദശി പറയാം. അപ്പോൾ അതാണ് ഏകാദശിയുടെ അംബരീഷ ഏകാദശിയുടെ പ്രത്യേകത. പിന്നീട് നേരെ മറ്റുള്ള ആചാരങ്ങൾ വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകാദശിക്ക് ക്ഷേത്രങ്ങളിൽ പോകാം, ഗൃഹത്തിലിരുന്നും നാമം ചൊല്ലാം. അപ്പോൾ അതാണ് ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളെ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതുമാത്രമല്ല സകല ഐശ്വര്യങ്ങളും ഉണ്ടായിട്ട് തീരും. അപ്പോൾ അതാണ് ഏകാദശിയുടെ പ്രത്യേകതയായിട്ട് വരിക. അപ്പോൾ ഏകാദശിക്ക് നേരെ നമുക്ക് ശുദ്ധമായിരിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ നിരന്തര നാമജപം മാത്രമാണ് വേണ്ടത്. അതാണ് ശുദ്ധമായ ഏകാദശിയെക്കുറിച്ചിട്ട് നേരെ പറയുന്നത്. ഭാഗവതാദി പുരാണങ്ങളിൽ അംബരീഷനും അപ്രകാരമാണ് നിർവഹിച്ചത്.